പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുമ്പോൾ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു നിർണായക ചുവടുവെപ്പ് നടന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ത്രിദിന സന്ദർശനത്തിനായിട്ട് പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തിയിരുന്നു. അവിടെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. ആ ചർച്ചയിൽ പാലസ്തീനുള്ള ഇന്ത്യയുടെ എക്കാലത്തെയും പിന്തുണ, അചഞ്ചലമായ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗസ സംഘർഷം അവസാനിപ്പിക്കണം, വെടിനിർത്തലാണ് ആദ്യം വേണ്ടത്, ഒപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കുകയും വേണം, ശാശ്വതമായ സമാധാനം തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് ഇടപെടാനും തയ്യാറാണ് എന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ചർച്ചകൾ മുൻപോട്ട് പോയത്. പാലസ്തീന് മാനുഷികമായ എല്ലാ സഹായങ്ങളും ഇന്ത്യ നൽകുമെന്നുകൂടി പ്രധാനമന്ത്രി അറിയിച്ചു. ഒപ്പം തന്നെ വെടിനിർത്തലിന് ശേഷമുള്ള സംഭാഷണങ്ങളാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. വെടിനിർത്താതെ ഇത് മുൻപോട്ട് പോകില്ല. വെടിനിർത്തലും ഒപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കുകയുമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതോടുകൂടി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷം അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസയിൽ ഉള്ള ആ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായിട്ട് ഒരു ചുവട് മുൻപോട്ട് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലി അംബാസഡർ പറഞ്ഞത് ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുമെന്ന് തങ്ങൾ കരുതുന്നു, ഇന്ത്യ വെക്കുന്ന ഡിമാൻഡുകൾ തങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുകൂടി ഇസ്രായേൽ അംബാസഡർ പറഞ്ഞിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി ഇസ്രായേൽ വിഷയത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം മുമ്പോട്ട് വെക്കുന്നത്. കാരണം ഇസ്രായേലിൻ്റെ വിഷയങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു വോട്ടെടുപ്പ് ഐക്യരാഷ്ട്രസഭയിൽ നടന്നത്. ആ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നത്. ഈ ചർച്ച ഒരു പ്രത്യാശയ്ക്ക് തിരിതെളിക്കുന്നു. കാരണം ഒരു രാഷ്ട്രം, അതായത് സാധാരണഗതിയിൽ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളിലും മറ്റുമൊക്കെ അമേരിക്കയും ഈജിപ്തും അടക്കം ഖത്തറും അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു മീഡിയേറ്ററായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടേക്ക് ഇപ്പോൾ ഇന്ത്യ കൂടി കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.